എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് വഴുതനങ്ങ തീയലിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 3 ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. തൊലി കളയാതെ തന്നെ ഞെട്ട് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കാം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വയ്ക്കണം. തീയലിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ടാണ്. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 2 കൈപ്പിടി തേങ്ങ അല്ലെങ്കിൽ ഒരു ചെറിയ മുറി തേങ്ങയുടെ പകുതി എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഒരേപോലെ തേങ്ങ വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ചീനച്ചട്ടിയോ പാനോ എടുത്തതിന് ശേഷം ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും ഇതുപോലെ ക്രഷ് ചെയ്തിടുന്നത് കൊണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോൾ തേങ്ങ വെച്ചിട്ട് എവിടേക്കും പോകാൻ പാടില്ല. എല്ലാ സമയവും ഇളക്കി കൊടുത്ത് തന്നെ പെട്ടെന്ന് വറുത്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. തേങ്ങ നന്നായി റോസ്റ്റായി വരുന്ന സമയത്ത് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് വറുത്തെടുക്കാം. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയത്ത് 5 കശ്മീരി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എരിവുള്ള മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കാം. 3-4 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അത്യാവശ്യം വറുത്ത് വരുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്യുക. ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികൾ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ആ ഒരു തേങ്ങയുടെ ചൂടിൽ പൊടികളുടെ പച്ചമണമെല്ലാം മാറി കിട്ടിക്കോളും. ഇത് നല്ലതുപോലെ ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ചൂടോടെ ഒരിക്കലും മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കരുത്. നല്ലതുപോലെ ആറിയതിന് ശേഷം മാത്രമാണ് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ വെള്ളം ചേർക്കാം. തീയൽ തയ്യാറാക്കാൻ പാൻ ചൂടാക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി കീറിയത് ചേർക്കാം. 2 തണ്ട് കറിവേപ്പില, നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങ കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണയിൽ ഇൻഗ്രീഡിയൻസ് വഴറ്റിയെടുത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചത് നന്നായി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിലാണ് വെക്കേണ്ടത്. പുളിവെള്ളത്തിൽ കഷ്ണങ്ങളൊന്നങ്ങ് വെന്ത് വരണം. കുറച്ച് നേരം വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം.
മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അരപ്പ് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പ് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും താളിച്ചതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. കുറച്ച് നേരം കഴിഞ്ഞ് സെർവ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്